പാർട്ടിക്കിൽ തർക്കങ്ങളില്ലെന്ന് നേതാക്കൾ ആവർത്തിക്കുമ്പോഴും ഭിന്നസ്വരങ്ങൾ ഉയരുന്നത് കോൺഗ്രസിലെ വെട്ടിലാക്കുന്നു. കൊഴിഞ്ഞുപോക്ക് തടയാൻ അടിയന്തര നടപടിക്കൊരുങ്ങുകയാണ് കോൺഗ്രസ്. അസംതൃപ്തർക്ക് പാർട്ടി പദവികൾ നൽകി അനുനയിപ്പിക്കും. വിമതസ്വരങ്ങളെ ഉടനടി കേട്ടനുനയിപ്പിക്കാനുമാണ് കോൺഗ്രസിന്റെ തീരുമാനം. യുവ നേതാക്കൾ പാർട്ടി വിടുന്ന സാഹചര്യത്തിലാണ് പാർട്ടിയുടെ ഈ പുതിയ നീക്കം. AICC നിരീക്ഷകരായ സച്ചിൻ പൈലറ്റ് ഉൾപ്പെടെ ഉടൻ കേരളത്തിലെത്തുമെന്നറിയാൻ കഴിയുന്നു. സീറ്റ് നിഷേധിക്കപ്പെട്ടവർക്ക് UDF സർക്കാർ വന്നാൽ അർഹമായ പദവികൾ നൽകുമെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. മാറി നിൽക്കേണ്ടി വന്നവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. അതൊന്ന് നമുക്ക് ആദ്യം കേൾക്കാം. കോൺഗ്രസിനകത്ത് ഒരുപാട് പേര് അർഹരായ നേതാക്കന്മാരുണ്ട് സ്ഥാനാർത്ഥികളാകാൻ. ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് എല്ലാവരും ഒരുമിച്ച് കാണുന്നത് 10 വർഷത്തെ ഇടതുഭരണം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് മാറി നിൽക്കുന്നവരായിരിക്കും കേരളത്തിലെ ഗവൺമെൻറ് വന്നാൽ സുപ്രധാന പദവികളിലേക്ക് നിശ്ചയിക്കപ്പെടുന്നവർ. മത്സരിക്കുന്നവർ മത്സരിക്കാൻ അവർക്ക് അവസരം കൊടുത്തു. പാർട്ടി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ഇറങ്ങുന്ന പരിഗണിക്കപ്പെട്ട എല്ലാ നേതാക്കന്മാർക്കും അവരർഹിക്കുന്ന പരിഗണന ഉണ്ടാവും, സംശയമില്ല. അവരെല്ലാം പാർട്ടിക്ക് വളരെ വേണ്ടപ്പെട്ടവരല്ലേ. അതിൽ പലരും അർഹരായ ആളുകളായിരുന്നു മത്സരിക്കാൻ. പലരും ഞങ്ങളും വിഷമത്തോടു കൂടിയും പ്രയാസത്തോടു കൂടിയാണ് സ്ഥാനാർത്ഥികളെ ചിലരെ തീരുമാനിച്ചത്. ഒന്നിലധികം ആളുകൾ വരും. ചിലപ്പോൾ സോഷ്യൽ ബാലൻസിൻ്റെ പേരിൽ കുറച്ചുകൂടി അർഹതയുള്ളവരെ ചിലപ്പോൾ മാറ്റി നിർത്തേണ്ടി വരും. അവരെ എല്ലാവരെയും ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തും. അവരെല്ലാം ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരുമാണ്. അല്ലാതെ അവർ കഴിവില്ലാത്തവരോ കൊള്ളരുതാത്തവരോ അല്ലെ കൊള്ളില്ലാത്തവരോ മത്സരിക്കാൻ പറ്റാത്തവരോ ആയതുകൊണ്ടല്ല അവരെ മാറ്റിയത്. ഒരാളെയല്ലേ നിർത്താൻ പറ്റുള്ളൂ. റോഷിബാൽ ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. റോഷിബാൽ, അങ്ങനെ പട്ടിക പൂർണ്ണമായി കൂടുതൽ ശക്തമായ പോരാട്ടത്തിലേക്ക് ഇറങ്ങുകയാണ് എല്ലാവരും. അപ്പോഴും ഉയരുന്ന വിമതസ്വരങ്ങൾ, പിണക്കങ്ങൾ, വിഷമങ്ങൾ ഇതൊക്കെ തീർക്കണം. അത് വലിയ വെല്ലുവിളിയാണ് പാർട്ടിയെ സംബന്ധിച്ച്. കോൺഗ്രസ് ഇത് എക്കാലത്തും കാണുന്നതാണെങ്കിലും ഇക്കുറി പിണങ്ങി നിൽക്കുന്ന വിമതസ്വരങ്ങൾക്കോടൊക്കെ എന്താണ് ഉറപ്പ് കൊടുത്തിട്ടുള്ളത്? അത് UDF സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട പദവികളൊക്കെയാണോ പലരോടും വാഗ്ദാനം ചെയ്തിട്ടുള്ളത്? കാരണം എല്ലാവരെയും ചേർത്ത് നിർത്തണമല്ലോ, അല്ലെങ്കിൽ അത് റിസൾട്ടിനെ പോലും ബാധിക്കുന്ന തരത്തിൽ ഉന്നതർ തന്നെയുണ്ട് ഇക്കൂട്ടത്തിൽ. അപ്പൊ എന്താണ് തീരുമാനം റോഷിബാൽ? ദേശീയ നേതാക്കളൊക്കെ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് വരുമെന്നും അറിയാൻ കഴിയുന്നു അല്ലെ? റോഷ്നി, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയവും പിന്നാലെ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയവും കഴിയുമ്പോൾ കോൺഗ്രസിൽ പൊട്ടിത്തെറിയുണ്ട്. ഇത് എല്ലാ കാലത്തും കോൺഗ്രസിൽ പൊട്ടിത്തെറി ഉണ്ടാകുന്നതാണ്. പക്ഷേ ഈ തവണത്തെ പ്രത്യേകത യുവ നേതാക്കൾ പാർട്ടിക്കെതിരെ പരസ്യമായി നിലപാട് എടുത്തു എന്നതാണ്. മാത്രവുമല്ല, അവരിൽ പലരും പാർട്ടി വിട്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ അഭയം തേടുന്ന കാഴ്ചയുമുണ്ടായി. അതാണ് കോൺഗ്രസ് നേതൃത്വത്തെ വല്ലാതെ ആശങ്കപ്പെടുന്നത്. യുവാക്കൾ പാർട്ടിയിൽ നിന്നും കൊഴിഞ്ഞുപോക്ക് തടയാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇനി വിമത സ്വരം ഉയർത്തുന്നവരെ വളരെ പെട്ടെന്ന് അവരുമായി സംസാരിച്ച് പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുക. ഈ നേതാക്കൾക്കൊക്കെ, അതും സംസ്ഥാന നേതാക്കളൊക്കെയാണ്, അവർക്കൊക്കെ കൃത്യമായി പാർട്ടിയിൽ പദവി, അത് KPCC ജനറൽ സെക്രട്ടറി ആകാൻ യോഗ്യതയുള്ളവരാണെങ്കിൽ അങ്ങനെ KPCCയിലേക്കും, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലേക്കാണെങ്കിൽ അങ്ങനെയും പരിഗണിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം എത്തുന്നത്. മാത്രവുമല്ല, സർക്കാർ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ പട്ടികയിൽ അവസാന ഘട്ടം വരെ പരിഗണിച്ച് പുറത്തായവരുണ്ട്. അവർക്കാണ് ആദ്യ പരിഗണന കൊടുക്കുക എന്നാണ് ഇപ്പോൾ KC വേണുഗോപാൽ തന്നെ വ്യക്തമാക്കിയിരുന്നത്. ഏതായാലും നിരവധി നേതാക്കൾ, ഇപ്പോൾ തിരുവനന്തപുരത്ത് ഷാഫി പറമ്പിൽ സംസ്ഥാന അധ്യക്ഷനായിരിക്കെ ഉപാധ്യക്ഷനായിരുന്ന NS റസൂർ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചാണ് പാർട്ടിക്ക് പുറത്തേക്ക് പോയത്. അതേസമയം തന്നെ അതേ സമാനമായ കമ്മിറ്റിയിൽ തന്നെ ഷാഫി പറമ്പിലിനൊപ്പം പ്രവർത്തിച്ച റിയാസ് മൂക്കോളിയും അസംതൃപ്തനാണ്. കടുത്ത അമർഷത്തിൽ ഇപ്പോൾ പ്രവർത്തന രംഗത്തും മാറി നിൽക്കുകയാണ്. പട്ടാമ്പി കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 5 വർഷക്കാലം സാമൂഹ്യ പ്രവർത്തനത്തിലടക്കം സജീവമായിരുന്ന യുവ കോൺഗ്രസ് നേതാവ് കൂടിയായിരുന്നു. അവിടെ സീറ്റ് ഉറപ്പിച്ചതാണ്. അവസാന ഘട്ടത്തിലാണ് പട്ടാമ്പിയിൽ റിയാസ് മുക്കോളിയെ വെട്ടിയത്. അങ്ങനെ സമാനമായി പല നേതാക്കളുണ്ട് ഇതേപോലെ സമാന സാഹചര്യത്തിലൂടെ കടന്നുപോയത്. ഒടുവിൽ 2 KPCC ഭാരവാഹികളാണ് ഒരാഴ്ചക്കിടയിൽ പാർട്ടി വിട്ടുപോയത്. അത് MJ ജോബും ഒപ്പം രാമചന്ദ്രൻ പത്തനംതിട്ടയിൽ, കൊല്ലത്ത് നിന്നും. അങ്ങനെ 2 പേർ പോകുന്നു. ആകെ 1/2 ഡസൻ പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കൾ കോൺഗ്രസിൽ നിന്നും വിട്ടുപോയി. ഈ ഒരു സാഹചര്യത്തിലാണ് ഇനി കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നത്. ഏതായാലും പാർട്ടി നേതൃത്വത്തിലേക്ക് ഈ വിമതരായി നിൽക്കുന്ന അല്ലെങ്കിൽ അസംതൃപ്തരായ നേതാക്കളെയൊക്കെ ചേർത്ത് നിർത്തി അവർക്ക് ചുമതല നൽകി കൂടെ നിർത്തി തെരഞ്ഞെടുപ്പിൽ ശക്തമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി AICCയുടെ ഇപ്പോൾ നിരീക്ഷകരായി ചുമതലയുള്ള സച്ചിൻ പൈലറ്റും ഒപ്പം കനയ്കുമാർ അടക്കമുള്ള നേതാക്കൾ നാളെ തന്നെ കേരളത്തിലേക്ക് എത്തും. പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കുന്നവരെ കേരളത്തിൽ തുടരാനുള്ള നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത്. കാരണം പലയിടങ്ങളിലും
പ്രാദേശിക തലത്തിൽ വിമത ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ നാമനിർദ്ദേശ പത്രികയുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ചിറയൻകീഴിൽ പലയിടങ്ങളിലും പ്രതിഷേധമുണ്ട്. പലരും പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അതൊക്കെ പരിഹരിക്കണം. അതുകൊണ്ടാണ് നേതാക്കൾ ക്യാമ്പ് ചെയ്യാൻ തീരുമാനിച്ചത്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ തർക്കങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാൻ എല്ലാ നേതാക്കളും സമയം ചെലവഴിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. അതാണ്, തർക്കങ്ങൾ പരിഹരിച്ച് വളരെ പെട്ടെന്ന് തന്നെ ചൂടേറിയ പ്രചാരണത്തിനകത്തേക്ക് കടക്കണം. ഇനി ശക്തമായ പോരാട്ടം നടക്കേണ്ട ദിവസങ്ങളില്ല, അത് തന്നെ പറയാം. അപ്പോൾ ഈ കുറഞ്ഞ ദിവസങ്ങളിൽ അത്രത്തോളം വലിയ പോരാട്ടം കാഴ്ചവെക്കേണ്ടതുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചും. അപ്പോൾ ഈ യുവാക്കളെ അടക്കം പിണങ്ങി നിൽക്കുന്നവരെല്ലാം പ്രധാനപ്പെട്ട പദവികളും സ്ഥാനമാനങ്ങളും നൽകി ഒപ്പം നിർത്തുമെന്നാണ് മുതിർന്ന നേതാക്കൾ തന്നെ പറയുന്നത്. പക്ഷെ അപ്പോൾ